ആശേ അതിൻ്റെ അടുത്ത് പോണ്ട കുത്തുകിട്ടുണ്ടായിരുന്നു പോയിട്ട്. ഹായ്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു മഴയുടെ ഒരു കാറുണ്ട് തോന്നുന്നു അല്ലേ. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് അല്ലേ, പക്ഷെ വെളിച്ചം കുറഞ്ഞ പോലെ ഉണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഉണ്ണിയേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട് അടുത്താണ്. അപ്പൊ ഞങ്ങള് അതെ കുറെ നാളായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെയാണ്. ഹോസ്പിറ്റലിലൊക്കെ അല്ലായിരുന്നു. അതെ അച്ഛൻ ഹോസ്പിറ്റൽ, പിന്നെ വീട്ടിലെപ്പോഴും എപ്പോഴും വേണല്ലോ. അതെ, ഇടയ്ക്ക് പോണ കാരണം കൊണ്ടേ ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ പിന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല നമുക്ക്. മിനിഞ്ഞാന്നാണ് അച്ഛൻ വീട്ടിൽ പോയത് കേട്ടോ. കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു അച്ഛൻ. അപ്പൊ തന്നെ അച്ഛൻ അങ്ങോട്ട് വീട്ടിൽ പോവാണ്ട് ഒരു ഭയങ്കര ഒരു നാടൊക്കെ കാണണ്ടേ. ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞാണ്. അതെ, 3 മാസം ഞങ്ങള് നിർബന്ധി പോണ്ട പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ സമ്മതിക്കില്ല. മക്കളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര ഒരു വിഷമം ഇവിടെ നിക്കണത് എന്തോ പോലെ, അങ്ങനത്തെ ഒരു ഇതില്. പിന്നെ സാഹചര്യം കാരണം അങ്ങനെ ഡെയിലി ഡ്രസ്സ് ചെയ്യാൻ പോണം, കാല് ഡെയിലി ഡ്രസ്സ് ചെയ്യണം. അപ്പൊ പിന്നെ അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെയാണല്ലോ സൗകര്യം പറഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറെ ഒന്ന് കാണിച്ചു. വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല, ഇനി 2 ദിവസത്തിലൊരിക്കൽ മുറിവ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നന്നായി കൺട്രോൾ ചെയ്യുക. അങ്ങനെ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. എന്നെ ഇത്തിരി പേടിയും കൂടിയാണ്. ശരി മാനെ എന്ന് പറഞ്ഞ അനുസരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ധൈര്യമാണ് ഇവിടെ നിൽക്കുമ്പോഴേ. അവിടെ പോകുമ്പോൾ അങ്ങനെയല്ല, അമ്മയല്ലേ ഉള്ളൂ. അമ്മ അത് സാരല്ല, അത് തന്നോ നീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാണ്ട് വിടില്ല കേട്ടോന്നു. അയ്യോ, ഒരു പട്ടി വരുന്നുണ്ട് തൊട്ട് ബാക്കിലുണ്ട്. തെരഞ്ഞു ഭയങ്കര പേടിയാണ് ഒന്നല്ലോ. അപ്പൊ ഇവിടെ അന്നത്തെ എരുമയല്ലേ എരുമയൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് കിട്ടുകയും ചെയ്ത വീഡിയോസ് ആണ്. അതെ. അപ്പോ അച്ഛൻ്റെ കാര്യം പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു സത്യം ചെയ്യാണ്ട് വിടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല മാനെ, ഉറപ്പ് സത്യം ചെയ്യണില്ല, പക്ഷെ ഞാൻ ഉറപ്പ് തരാം, മധുരമൊന്നും കഴിക്കില്ല, മരുന്ന് കൃത്യമായിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മിനിഞ്ഞാന്ന് കൊണ്ടുപോയത്. അതെ. പിന്നെ അവിടെ എന്ന് പറയുമ്പോ എന്താ പറയാ, നാട്ടുമ്പുറമാണ്. സ്വന്തം വല്യച്ഛന്റെ വീടൊക്കെ അടുത്തുണ്ട്. അവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് കാണാൻ പറ്റും. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമാണല്ലോ വരാനും കാണാനും ഒക്കെ. അവിടെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർ നാട്ടുകാരാണെങ്കിലും അച്ഛൻ പുറത്തിരിക്കുമ്പോൾ എന്താ കുട്ടിയപ്പോ സുഖല്ലേ, അങ്ങനെയുള്ള ആ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ അതൊരു വേറൊരു ഇത് തന്നെയാണല്ലോ. കുട്ടിയപ്പൂ അച്ഛന്റെ പേര്. അച്ഛന്റെ പേര് എവിടെ പോയാലും ചോദിക്കും, രണ്ടാമത് ചോദിക്കും എന്താ പേര് ചോദിക്കും, കുട്ടിയപ്പൂ. ഇത്ര നാള് വീഡിയോ ചെയ്തിട്ട് അച്ഛന്റെ പേര് പറഞ്ഞിട്ടില്ല തോന്നൂല നമ്മള്. ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർ 2ാമതും 3ാമതൊക്കെ ചോദിക്കും എന്താ പേര് ചോദിക്കും, കുട്ടിയപ്പൂ. അതെ. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോ ഇങ്ങനെ നമ്മളെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് നഴ്സിനോട് ചോദിച്ചു കുട്ടിയപ്പൂവിന്റെ ആയോ ചോദിച്ചപ്പോ അവരറിയാം കുത്തിവെപ്പ് ഇവിടെ അല്ല കുത്തിവെപ്പ്. അതെ. അപ്പൊ അങ്ങനെ അത് അച്ഛന്റെ അച്ഛമ്മയുടെ പേര് കുട്ടിപ്പെണ്ണ് എന്നാണ് കേട്ടോ. അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് ഇട്ടതായിരിക്കാന്ന് വിചാരിക്കുന്നു. അതെ. എന്റെയും കുറച്ചൊക്കെ നല്ലോണം അത്യാവശ്യം പഴകുള്ള പേരെയാണ് ഉണ്ണികൃഷ്ണൻ. അങ്ങനെ അപ്പൊ മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഞങ്ങള് കൊണ്ടാക്കി കൊടുത്തു അച്ഛൻ. അപ്പൊ രാവിലെ തന്നെ പോണം. അപ്പൊ ശരി, ഞങ്ങളൊന്ന് സമ്മതം മൂളിയപ്പോ പിന്നെ വേഗം പോണെന്നായി. അപ്പൊ രാവിലെ തൊട്ട് റെഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള, പിന്നെ കുട്ടികൾ വന്നിട്ട് അവരെ ഒന്ന് ട്യൂഷൻ ആക്കിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. മക്കളുടെ അവിടെയാണ് നിൽക്കണമെങ്കിൽ കൂടിയിട്ട് അവരുടെ നാട് വിട്ട് നിൽക്കുമ്പോൾ ഒരു വിഷമം. അയ്യോ ഭയങ്കരമാണ്. അച്ഛന് രാവിലെ എണീറ്റ് രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുളത്തിൽ പോകണം. കുളത്തിൽ പോയി കുളിച്ച്, അതാണെങ്കിലോ 2 കിലോമീറ്റർ അകലെയുള്ള കുളത്തിലേക്കാണ് പോവുക. ഇപ്പൊ താമസിക്കുന്ന കുറച്ച് അതായത് ആദ്യം ഞങ്ങളുടെ വീടിന്റെ ആദ്യം ഞങ്ങൾ താമസിച്ച വീടിനേക്കാൾ കുറച്ചിപ്പോൾ വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട്. അപ്പൊ അവിടുന്ന് പഴയ വീടിന്റെ അവിടേക്കുള്ള കുളത്തിലേക്ക് പോവും കുളിക്കാൻ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ പോവും. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയും. ചിലപ്പോൾ അവിടുന്ന് ഭക്ഷണവും കഴിക്കും.
പിന്നെ വരുമ്പോഴൊക്കെ എല്ലാവരെയും നാട്ടുകാരെയും ഒക്കെ കാണുമല്ലോ, അപ്പൊ എല്ലാവരുടെ അടുത്തും വിശേഷങ്ങളും കാര്യങ്ങളും വർത്താനും ഒക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള ആ ഒരു ഇതൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇന്നിപ്പോൾ പോയാലും കുളിക്കാനൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞു അതെ അതെ മുങ്ങി കുളിക്കാണ്ടൊരു സുഖമില്ല എന്ന് പറയും. അപ്പോൾ പക്ഷെ വെള്ളം തട്ടാൻ പാടില്ല, മുറിവില് വെള്ളം തീരെ നനയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിക്കാനൊന്നും പോവരുത് കേട്ടോ. പിന്നെ നടക്കാനും പാടില്ല, അധികം നടക്കാൻ പാടില്ല, കാല് മുകളിൽ കയറ്റി വെക്കണം. ഷുഗർ ആയതുകൊണ്ടാണ് ഈ മുറി ഉണങ്ങാത്തത്. ഷുഗർ ഉള്ളതുകൊണ്ട് മുറി ചെറിയൊരു ആണി കൊണ്ടതാണ് അത് വലിയൊരു വട്ടായി മാറിയത്. അവിടത്തൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അയ്യോ ഞാനിങ്ങനെ നോക്കുന്നത് ഡോക്ടർ ഇങ്ങനെ പേടിക്കണ്ടാണോ? കുഴപ്പമില്ല ഡോക്ടർ നീ പേടിക്കണ്ട പറഞ്ഞു. അയ്യോ ഞങ്ങള് റിവ്യൂവിന് പോയപ്പോ ഡോക്ടർ തന്നെയാ നോക്കിയത്. അപ്പൊ ഞങ്ങള് കറക്റ്റ് ഞങ്ങളുടെ ഫ്രണ്ടിലായിരുന്നു അച്ഛനെ കെടുത്തിയപ്പോ കാലിന്റെ ഇവിടെ വന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോ അയ്യോ ഞാനാകെ ഒരു ഇതായിരുന്നു. ഞാൻ വേഗം അപ്പുറത്ത് പോയിരുന്നു. അങ്ങനെ അല്ല ഷുഗർ ഉള്ള കാരണം കൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടായി, മുറിവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ആവും, അത് ഡെയിലി ഒന്നരാടം ഇനി മുറിവ് വെച്ച് ഓയിൻമെന്റ് വെച്ച് കെട്ടിയാൽ മതി. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാം. ഒന്നും കൊടുക്കില്ല. ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് അച്ഛന്, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, നമ്മൾക്കൊക്കെ എനിക്കും ഒക്കെ ഇഷ്ടം തന്നെയാണ്. ആദ്യമൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിലും ഇപ്പൊ പ്രായമായി വരുന്തോറും ചോറിനോടൊരു ഇഷ്ടം നമുക്ക് കൂടും. അപ്പൊ ഒരു നേരം മാത്രമേ ചോറ് കൊടുക്കുള്ളൂ. പിന്നെ രാവിലെ റാഗി, പിന്നെ ഓട്സ് പുട്ട് അങ്ങനത്തെ, പിന്നെ അതുപോലെ റവ ഉപ്മാവ്, ഗോതമ്പ് ഉപ്മാവ്, ഇതൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കൺട്രോൾ ചെയ്ത് പോയി. അവിടെയും കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടി ശരിക്കും ഈ ഒരു പ്രശ്നം കാരണം. യൂറിന്റെ പ്രശ്നം കാരണം ആകെ രാത്രിയും പകലും പറഞ്ഞു. ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ശ്രദ്ധിക്കുന്നത് പോയിരിക്കണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. ഞങ്ങള് പിന്നെ അന്ന് നമ്മളിപ്പോ കൊറേ ദിവസം നമ്മുടെ കൂടെ നിന്നിട്ടേ പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് പറയും. എനിക്കാണെങ്കിൽ വിടാനും മനസ്സില്ല, അച്ഛനാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ എനിക്ക് ആകെ എന്തോ പോലെയായിരുന്നു. ആകെ 2 ദിവസം എനിക്കൊരു ഉഷാറുണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഞങ്ങള് പുറത്ത് പോയി വരുമ്പോഴും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും, ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കൊരു ഫീലാണല്ലോ. അപ്പൊ ഇന്നിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാരന്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആണ് മോൻ സുഖമില്ലാണ്ട് 5 ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഡിസ്ചാർജ് ഒന്ന് ചെയ്യുന്നു പറഞ്ഞു, ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ പോയി നോക്കട്ടെ, അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അങ്ങനെ വീട്ടിൽ പോവാം. നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.